അവരുടെ വീട്ടിലൊക്കെ അങ്ങനെ ആണോ എന്നാണ് ചോദിക്കുന്നത്. അവരച്ഛൻ എന്താണ് മക്കളെ അങ്ങനെയാണോ കാണുക? ഭാര്യനെ കാണുന്ന പോലെ തന്നെ ഈ പറയുന്നവരുടെ വീട്ടിൽ അങ്ങനെ ആണ്. ഭാര്യനെ കാണുന്ന പോലെ മോളെയും കാണുമോ? ചേട്ടൻ എന്ന വ്യക്തിയെ മനസ്സിലാക്കുന്നവർക്കറിയാം. കാണേണ്ട ആളെ കാണേണ്ട രീതിയിൽ കേട്ടി കാണാൻ നന്നായിട്ടറിയാം. അത് കണ്ട വ്യക്തി. സീരിയൽ നടിയായ ദിവ്യ ശ്രീധറും നടനും വോയിസ് ആർട്ടിസ്റ്റും എഴുത്തുകാരനുമായ ക്രിസും തമ്മിലുള്ള വിവാഹം സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വലിയ ചർച്ചാ വിഷയമാണ്. ഇവരുടെ വിവാഹം കണ്ടവർ ക്രിസിന് നല്ല പ്രായമുണ്ടെന്നാണ് പറയുന്നത്. പുള്ളിക്കാരനെ കാണാൻ അങ്ങനെ തോന്നുന്നുണ്ട്. പക്ഷേ പുള്ളിക്ക് 49 വയസ്സാണ് എന്നാണ് പറയുന്നത്. ദിവ്യയ്ക്ക് 41 വയസ്സും. ഇത്രയും വലിയ നടി ഈ പ്രായമുള്ള അപ്പൂപ്പനെയാണല്ലോ കെട്ടിയത് എന്ന് ധാരാളം കമൻസ് ആയിരുന്നു വിവാഹം കഴിഞ്ഞ തുടക്കത്തിൽ സോഷ്യൽ മീഡിയ മൊത്തം വന്നുകൊണ്ടിരുന്നത്. പക്ഷേ കല്യാണശേഷം ഇവർ ഇതിനെക്കുറിച്ച് ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ആയിട്ട് ചെയ്തിരുന്നു. അതിനുശേഷം അങ്ങനത്തെ കമൻസ് കുറച്ച് കുറയുകയും പിന്നീട് അതിനുശേഷം വളരെ രൂക്ഷമായിട്ടുള്ള കമൻസൊക്കെയാണ് ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നത്. ചുരുക്കം ചില നല്ല കമൻസും ഉണ്ട്. പക്ഷേ ധാരാളം പേര് വളരെ മോശമായിട്ടുള്ള കമൻസൊക്കെയാണ് ഇടുന്നത്. ഇത് ദിവ്യയുടെ 2ാം വിവാഹമാണ്. ക്രിസ് മുമ്പ് വിവാഹം കഴിച്ച് ഡിവോഴ്സ് ആയതാണ്. ദിവ്യയ്ക്ക് ആദ്യ ഭർത്താവിൽ 2 മക്കളുമുണ്ട്, ഒരാണും ഒരു പെണ്ണും. അപ്പോൾ ധാരാളം നെഗറ്റീവ് കമൻസും വളരെ മോശമായിട്ടുള്ള രീതിയിൽ വരുന്നതൊക്കെ കണ്ട് ദിവ്യ വളരെ മോശമായിട്ടുള്ളൊരു മാനസികാവസ്ഥയിലാണ്. ദിവ്യ ഇതിനെതിരെ പ്രതികരിക്കുന്നുമുണ്ട്. ആ വീഡിയോയുടെ കുറച്ച് ഭാഗങ്ങൾ കണ്ടിട്ട് തിരിച്ചു വരാം. മോളെ വെച്ച് കമന്റ് ഇട്ടു. അതെന്തിനാന്ന് അല്ല, എനിക്ക് അവരുടെ വീട്ടിലൊക്കെ അങ്ങനെ ആണോ എന്നാണ് ചോദിക്കുന്നത്. അവരച്ഛൻ എന്താണ് മക്കളെ അങ്ങനെയാണോ കാണുക? ഭാര്യനെ കാണുന്ന പോലെ തന്നെ ഈ പറയുന്നവരുടെ വീട്ടിൽ അങ്ങനെ ആണ്. ഭാര്യനെ കാണുന്ന പോലെ മോളെയും കാണുമോ? ചേട്ടൻ എന്ന വ്യക്തിയെ മനസ്സിലാക്കുന്നവർക്കറിയാം. കാണേണ്ട ആളെ കാണേണ്ട രീതിയിൽ കേട്ടി കാണാൻ നന്നായിട്ടറിയാം. അത് കണ്ട വ്യക്തിയാണ് ഞാൻ. എനിക്കറിയാം നന്നായിട്ട്. പിന്നെ ആരും ബോധ്യപ്പെടുത്താനല്ല. നിങ്ങൾ ചിന്തിക്കുമോ? അത് ആ മോള് കണ്ടപ്പോൾ മോൾക്ക് സങ്കടമായി. സ്വാഭാവികമാണ്. എൻ്റെ മക്കളെ കണ്ടതല്ലേ 2ആളെയും. മക്കളോട് എങ്ങനെയായിരുന്നു അച്ഛൻ നല്ല സ്ഥാനത്ത് എന്ന് നിങ്ങൾ കണ്ടതാണ്. ലൈവ് കണ്ട കാര്യങ്ങളാണ്. പക്ഷേ ഈ പറയുന്നവരെന്തിനാണ് ഇത് പറയുന്നത്? ചിലപ്പം അവരച്ഛൻ അങ്ങനെ ആയിരിക്കാം മക്കൾ അങ്ങനെ കാണിക്കുന്നുണ്ടാവും. അതുകൊണ്ടായിരിക്കുമല്ലേ? അതുകൊണ്ട് ആ കണ്ണിൽ എല്ലാ അച്ഛന്മാരും മോളെ ഇങ്ങനെ ചെയ്യുന്നവരായിരിക്കാം. അതായിരിക്കും അവരെ കണ്ണില് കാഴ്ചപ്പാട്. എല്ലാവരെയും അങ്ങനെ ഞാൻ പറയില്ല. ഇത് ചില സ്ഥലത്തുള്ള പെർവേർഷൻ അല്ലെങ്കിൽ ചില സ്ഥലത്തുള്ള സൈക്കോളജിക്കൽ ഇഷ്യൂ. അവർക്ക് മാനസികമായിട്ട് അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കാണും. അവർ അങ്ങനെ എന്തെങ്കിലും അനുഭവിച്ച് കാണും. ഐ ഫീൽ സോറി ഫോർ ദാറ്റ്. ഏട്ടന് നല്ലൊരു മനസ്സുണ്ട്. എന്നുവെച്ചാൽ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനുള്ള കഴിവുണ്ട്. എൻ്റെ പ്രശ്നങ്ങളും എൻ്റെ തെറ്റുകളും ഞാൻ ഓപ്പണായി പറഞ്ഞപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ സങ്കടപ്പെട്ടപ്പോൾ അതിൽ നല്ല എണ്ണം എന്താണ് അതൊക്കെ തിരുത്തി എനിക്കിങ്ങനെ മനസ്സ് തന്നെ ഇപ്പം ഞാൻ സന്തോഷത്തോടെ ഇരിക്കുന്നതിന് കാരണമായിട്ടാണ്. ഒരു പക്ഷേ ഞാൻ ഏട്ടന് ഞാൻ പരിചയപ്പെട്ടില്ല. ഏട്ടനടുത്ത് കുറേ കാര്യങ്ങൾ പറഞ്ഞിരുന്നില്ല. എൻ്റെ മനസ്സിന് ഒരു തന്നില്ല. ഞാൻ എന്തെങ്കിലും എനിക്ക് മെൻ്റൽ പോലെ ആയിരുന്നു. ഞാൻ അത്രയും പ്രശ്നത്തിലായിരുന്നു. ഞാനൊരു മക്കളെയും കൊണ്ട് ഞാൻ വിട്ടു നിൽക്കുന്നത് ഇപ്പം ഡിവോഴ്സായിട്ട് 8 വർഷമായി. ഇപ്പം നാട്ടിലാണെങ്കിൽ ഞാൻ വാടകക്കായിരുന്നു. നാട്ടിൽ ഞാൻ വാടക കഴിഞ്ഞിട്ടുണ്ട് മക്കളെ കൊണ്ട്. ഇവിടെയാണെങ്കിൽ ഇപ്പോൾ 6 വർഷം കഴിഞ്ഞു വന്നിട്ട്. അപ്പോൾ എല്ലാം ഒറ്റപ്പെട്ട് നിൽക്കുന്നൊരവസ്ഥയിൽ ഞാൻ എങ്ങനെ നിന്നു എന്ന് കുറേ ആൾ എന്നെ അറിയുന്നവർ വേണ്ടത്. നീ ആയതുകൊണ്ടാണ് നിന്നത്. നേരെ മറിച്ച് വേറെ വല്ലവരും ആണെങ്കിൽ സ്വന്തം സുഖത്തിന് വേണ്ടി മക്കളെ ഉപയോഗിച്ച് പോകുന്ന എത്രയോ അമ്മമാരുണ്ട്. ഞാൻ മക്കളെ സേഫ് ആക്കണം എന്ന് പറഞ്ഞൊരു ജീവിതത്തിലേക്ക് വന്നതാണ്. അത് ഞാൻ പറഞ്ഞിട്ട് മക്കളെ സേഫ് ആക്കണം. എനിക്ക് അത്ര മാത്രമാണ് എൻ്റെ ഇതുണ്ടായിരുന്നു. എനിക്ക് അപ്പം ഞാനും കൂടി സേഫായി മക്കളും സേഫായി. അപ്പോൾ ദൈവം അല്ലെ കുറേ കഷ്ടപ്പെട്ടാൽ ഒരു നല്ലത് തരുമല്ലോ. ഒരു താഴ്ചക്ക് ഒരു ഉയർച്ചയുണ്ട്, ഒരു ഉയർച്ചയ്ക്ക് താഴ്ചയുണ്ട്. അതേപോലെ ഇത്തിരി നാളെ കഷ്ടപ്പെട്ടതിന് എനിക്ക് ഗുരുവായൂരപ്പം കൊണ്ട് തന്നതാണ് ഏട്ടന്. അപ്പോൾ ഇനിയിപ്പം പറയാം ഇതാണ് എൻ്റെ ഭർത്താവ്. ഇതിപ്പോൾ ഒരു വേണ്ടല്ലേ. അപ്പോൾ ആദ്യത്തേതായാലും പുള്ളി മുന്നേ കല്യാണം കഴിച്ചായിരുന്നു. അപ്പോൾ അത് രജിസ്റ്റർ ചെയ്തുകൊണ്ട് എനിക്ക് ചെയ്യാൻ വേണ്ടി പറ്റിയില്ല. അപ്പോൾ 14 കൊല്ലം അവരുടെ കൂടെ ആയിരുന്നു, വീട്ടിലായിരുന്നു. അപ്പോൾ എനിക്കെന്താണ് ഒരു ഐഡൻറ്റിറ്റി ഇല്ല. കേസ് കൊടുത്തപ്പോഴും ഇല്ല, ഭാര്യയല്ല എന്നുള്ളതാണ്. കാരണം ഞാൻ രജിസ്റ്റർ ചെയ്തില്ല, എന്താ തെളിവുള്ളതെന്ന് ചോദിച്ചാൽ. പക്ഷെ മക്കൾ പുള്ളീൻ്റെ ആണെന്ന് പറഞ്ഞപ്പോൾ സമാധാനം അത് സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞത് എനിക്ക് പുറത്തിറങ്ങി നടക്കുമ്പോൾ ഇതെൻ്റെ ഭർത്താവാണ് എന്ന് പറയാൻ എനിക്കൊരാൾ വേണം. ആദ്യം കല്യാണം കഴിച്ചത്. സാധാരണ ഇവരുടെ ഇൻ്റർവ്യൂസ് കാണാനായിട്ട് വളരെ പോസിറ്റീവായിട്ട് തന്നെയാണ്. ഇതുമാതിരിയുള്ള കമൻസൊക്കെ ഇടുന്നവർക്ക് ഇത് ഒരുതരം രോഗമാണോ എന്നാണ് ക്രിസ് പറയുന്നത്. ദിവ്യയുടെ ജീവിതത്തിനെ കുറിച്ചിട്ട് എല്ലാവർക്കും അറിയാം. 19-ാം വയസ്സിൽ ഒളിച്ചോടി ഒരുപാട് യാതനകളൊക്കെ അനുഭവിച്ചു. ദിവ്യയുടെ ആദ്യ വിവാഹം ഒഫീഷ്യലായിട്ട് രജിസ്റ്റർ ചെയ്തിട്ട് പോലുമില്ല. അതിനെക്കുറിച്ച് ദിവ്യ പറയുന്നുണ്ട്. അത് കേട്ടിട്ട് തിരിച്ചു വരാം.
അതിനെക്കുറിച്ച് ഞാൻ സങ്കടപ്പെട്ടപ്പോൾ അതിൽ നല്ല എണ്ണം എന്താണ് അതൊക്കെ തിരുത്തി എനിക്കിങ്ങനെ മനസ്സ് എൻ്റെ ഇപ്പം ഞാൻ സന്തോഷത്തോടെ ഇരിക്കുന്നതിന് കാരണമായിട്ടാണ്. ഒരു പക്ഷേ ഞാൻ ഏട്ടന് എന്നെ പരിചയപ്പെട്ടില്ല, ഏട്ടനോട് കുറേ കാര്യങ്ങൾ പറഞ്ഞിരുന്നില്ല, എൻ്റെ മനസ്സിന് ഒരു തന്നില്ല. ഞാൻ എന്തെങ്കിലും എനിക്ക് മെൻ്റൽ പോലെ ആയിരുന്നു സത്യം. ഞാൻ അത്രയും പ്രശ്നത്തിലായിരുന്നു. ഞാനൊരു മക്കളെയും കൊണ്ട് ഞാൻ വിട്ടു നിൽക്കുന്നത് ഇപ്പം ഡിവോഴ്സ് ആയിട്ട് 8 വർഷമായി. ഇപ്പം നാട്ടിലാണെങ്കിൽ ഞാൻ വാടകക്കായിരുന്നു. നാട്ടിൽ ഞാൻ വാടക കഴിഞ്ഞിട്ടുണ്ട് മക്കളെ കൊണ്ട്. ഇവിടെയാണ് ഇപ്പോൾ 6 വർഷം കഴിഞ്ഞു വന്നിട്ട്. അപ്പോൾ എല്ലാം ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരവസ്ഥയിൽ ഞാൻ എങ്ങനെ നിന്നു എന്ന് കുറേ ആൾ എന്നെ അറിയുന്നവർ പറയുന്നുണ്ട്, നീ ആയതുകൊണ്ടാണ് നിന്നത്. നേരെ മറിച്ച് വേറെ വല്ലവരും ആണെങ്കിൽ സ്വന്തം സുഖത്തിന് വേണ്ടി മക്കളെ ഉപയോഗിച്ച് പോകുന്ന എത്രയോ അമ്മമാരുണ്ട്. ഞാൻ മക്കളെ സേഫ് ആക്കണം എന്ന് പറഞ്ഞൊരു ജീവിതത്തിലേക്ക് വന്നതാണ്. അതാ ഞാൻ പറഞ്ഞത്, മക്കളെ സേഫ് ആക്കണം. എൻ്റെ അത്ര മാത്രമാണ് എൻ്റെ ഇതുണ്ടായിരുന്നു എനിക്ക്. അപ്പം ഞാനും കൂടി സേഫായി, മക്കളും സേഫായി. അപ്പോൾ ദൈവം ഒരു കുറേ കഷ്ടപ്പെട്ടാൽ ഒരു നല്ലത് തരുമല്ലോ. ഒരു താഴ്ചക്ക് ഒരു ഉയർച്ചയുണ്ട്, ഒരു ഉയർച്ചക്ക് താഴ്ചയുണ്ട്. അതേപോലെ ഇത്തിരി നാളെ കഷ്ടപ്പെട്ടതിന് എനിക്ക് ഗുരുവായൂരപ്പം കൊണ്ട് തന്നതാണ് ഏട്ടൻ. അപ്പോൾ ഇനിയിപ്പം പറയാം, ഇതാണ് എൻ്റെ ഭർത്താവ്. ഇതിപ്പോൾ ഒരു വേണ്ടല്ലേ. അപ്പോൾ ആദ്യത്തേതായാലും പുള്ളി മുന്നേ കല്യാണം കഴിച്ചായിരുന്നു. അപ്പോൾ അത് രജിസ്റ്റർ ചെയ്തുകൊണ്ട് എനിക്ക് ചെയ്യാൻ വേണ്ടി പറ്റിയില്ല. അപ്പോൾ 14 കൊല്ലം അവരുടെ കൂടെ ആയിരുന്നു, വീട്ടിലായിരുന്നു. അപ്പോൾ എനിക്കെന്താണ് ഒരു ഐഡൻറ്റിറ്റി ഇല്ല. കേസ് കൊടുത്തപ്പോഴും ഇല്ല, ഭാര്യയല്ല എന്നുള്ളതാണ്. കാരണം ഞാൻ രജിസ്റ്റർ ചെയ്തില്ല, എന്താ തെളിവുള്ളതെന്ന് ചോദിച്ചാൽ. പക്ഷെ മക്കൾ പുള്ളീൻ്റെ ആണെന്ന് പറഞ്ഞപ്പോൾ സമാധാനം, അത് സമ്മതിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞത് എനിക്ക് പുറത്തിറങ്ങി നടക്കുമ്പോൾ ഇതെൻ്റെ ഭർത്താവാണ് എന്ന് പറയാൻ എനിക്കൊരാൾ വേണം. ആദ്യം കല്യാണം കഴിച്ചത് എൻ്റെ ഭർത്താവ്. പക്ഷെ ഞാൻ പറഞ്ഞപ്പോൾ ഒരു കള്ളത്തരവും ഇല്ലാണ്ട് അറിയാലോ, ഒരു നേരെ മറിച്ച് അങ്ങനെ ചെയ്യില്ല. നമുക്ക് ലിവിങ് ടുഗദർ. സെലിബ്രിറ്റി സ്റ്റേറ്റസ് ഉള്ള ധാരാളം പേരുടെ ജീവിതത്തിൽ പലതും സംഭവിക്കുന്നുണ്ട്. എന്തായാലും മക്കളൊക്കെ ഉള്ളവർ ആണെങ്കിൽ കല്യാണമൊന്നും വേണ്ട, ലിവിങ് ടുഗദർ ആണെങ്കിൽ നോക്കാമെന്ന് പലരും സെലിബ്രിറ്റി സ്റ്റാറ്റസിലുള്ളവർ പറഞ്ഞ് അങ്ങനത്തെ ജീവിതത്തിൽ മുമ്പോട്ട് പോകാറുണ്ട്. പക്ഷേ ഇതിൽ നിന്നുമൊക്കെ വ്യത്യസ്തമായിട്ടാണ് ക്രിസ് എന്നാണ് എല്ലാവരും പറയുന്നത്. മക്കളുണ്ടെങ്കിലും സാരമില്ല, ഞാൻ ഏറ്റെടുത്തോളാം എന്നാണ് പുള്ളിക്കാരൻ പറയുന്നത്. ഇതൊരു സിനിമ സീരിയൽ ഫീൽഡാണ്. ഒരുപാട് സംഭവങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. പക്ഷെ അതിൽ നിന്നുമൊക്കെ വിഭിന്നമായിട്ടാണ് ക്രിസിൻ്റെ ചിന്താഗതി എന്നാണ് പരക്കെ പറയുന്നത്. സമൂഹത്തിൽ മക്കളുമായിട്ട് ഒറ്റപ്പെട്ട് കഴിയുന്ന ഒരു സ്ത്രീയെ ഏറ്റെടുക്കുന്നത് വലിയ കാര്യമാണെന്നാണ് ഒരുപാട് പേര് അഭിപ്രായപ്പെടുന്നത്. പിന്നെ ഒരുപാട് മോശം കമൻസ് വരുന്നുണ്ട്. അതിൽ നിന്നും കുറച്ച് സ്ക്രീൻഷോട്ട് ഇവിടെ കൊടുക്കുന്നുണ്ട്. ദിവ്യ അതിന് മറുപടിയും പറയുന്നുണ്ട്. ബാക്കി കൂടെ കേട്ടിട്ട് തിരിച്ചു വരാം. കമൻ്റ് ആയിരുന്നു. എൻ്റെ പൊന്നു, എങ്ങനെയാണെന്നോ ഇങ്ങനെ എഴുതാൻ പറ്റുന്നത്. ഞാൻ ഒരു കാര്യം പറയാം, സെക്സിന് വേണ്ടി മാത്രമല്ല, സെക്സിന് വേണ്ടിയേ അല്ല ഞാൻ കല്യാണം കഴിച്ചത്. എനിക്ക് മക്കളെ സേഫ് ആക്കണം, മക്കൾക്കൊരു അപ്പ വേണം, എനിക്കിതെൻ്റെ ഭർത്താവാണെന്ന് പറയാൻ എനിക്കൊരാൾ വേണം, എനിക്കൊരു ഐഡൻറ്റിറ്റി വേണം. അതിനുവേണ്ടി മാത്രമാണ് ഞാൻ കല്യാണം കഴിച്ചത്. എനിക്ക് സേഫാണ്, എൻ്റെ മക്കൾ സേഫാണ്. ഞാൻ പറയാണ് ആൾക്കാരോട്, ഇങ്ങനെ ഒരു കമൻറ്റ്, ഇത്രയും കമൻറ്റ്, മോശപ്പെട്ട കമൻറ്റ് വിടല്ലേ ദയവ് ചെയ്തിട്ട്. നിങ്ങളുടെ വീട്ടിലുണ്ട്, അമ്മയുണ്ട്, പെങ്ങന്മാരുണ്ട്, അവരൊക്കെ ലൈഫിനെ കുറിച്ച്, കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ ആലോചിച്ച് നോക്ക്. എന്ത് വൃത്തികേടായിട്ടാണ് എഴുതുന്നത്. അല്ല, ഇവരുടെയൊക്കെ അവസ്ഥ അങ്ങനെ ആയതുകൊണ്ടാണോ മറ്റുള്ളവരിങ്ങനെ പറയുന്നതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ചിലപ്പോൾ അങ്ങനെ ആയിരിക്കാം, അവർക്കൊക്കെ അങ്ങനെ ആയിരിക്കാം. രാത്രി സമയങ്ങളിലോ അല്ലെങ്കിൽ അവരെ അവരെന്ന് പറയുന്നത് തെറ്റ്, ആരും പറയാൻ പാടില്ല. അത്രയും നല്ല മക്കളായതുകൊണ്ടാണ് അവർ ആ രീതിയിൽ സംസാരിക്കുന്നത്. സെക്സിന് വേണ്ടിയല്ല ഞാൻ കല്യാണം കഴിച്ചത്. അതില്ലെങ്കിൽ ജീവിക്കാൻ പറ്റൂലേ ഈ ലോകത്ത്. അതുണ്ടെങ്കിൽ മാത്രമേ ജീവിച്ചുവിടുന്നുണ്ടോ? അത് എഴുതി വെച്ചിട്ടുണ്ടോ? ഇന്ത്യൻ ഭരണഘടനയിൽ എഴുതി വെച്ചിട്ടുണ്ടോ സെക്സ് മാത്രമാണ് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയുള്ള ഉപാധി എന്ന് ആരെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. അതും ഒരു ഫാക്ടറായിട്ട് പറയുന്നുണ്ടെന്നല്ലാതെ അത് മാത്രമാണ്. അല്ല, അതൊരു ഭാഗമല്ലേ, ലൈഫിന്റെ ഒരു ഭാഗമല്ലേ സെക്സ് എന്ന് പറയുന്നത്. മക്കളുടെ സമ്മതമൊക്കെ വാങ്ങിയിട്ടാണ് വിവാഹമെന്നും അവിടെ പോലും ദിവ്യ സ്വന്തം ജീവിതത്തിൽ മക്കൾക്കാണ് മുൻതൂക്കം നൽകിയത്, മക്കളുടെ സമ്മതത്തോടെയാണ് ഈ വിവാഹ ജീവിതത്തിലേക്ക് കടന്നതെന്നുമൊക്കെയാണ് പറയുന്നത്. പിന്നെ ഒരു കാര്യം പറഞ്ഞാൽ സ്വന്തം ജീവിതത്തിനെ കുറിച്ചിട്ട് എന്തൊക്കെയായാലും തീരുമാനമെടുക്കാനുള്ള അവകാശം ഒരു വ്യക്തിയിൽ തന്നെ അധിഷ്ഠിതമാണ്. അപ്പോൾ അവരുടെ ജീവിതത്തിൽ അവർക്ക് തീരുമാനമെടുക്കാനുള്ള അവകാശമുണ്ട്. മറ്റുള്ളവർക്ക് എന്ത് അഭിപ്രായമാണ് പറയാനുള്ളതെന്നും ഒരു പക്ഷം ആൾക്കാർക്ക് അഭിപ്രായമുണ്ട്. അപ്പോൾ കാര്യങ്ങൾ എന്ത് തന്നെ ആയാലും ഇങ്ങനൊരു വിഷയം സോഷ്യൽ മീഡിയയിൽ വൈറലായി കണ്ടപ്പോൾ ഇതിനെക്കുറിച്ചിട്ടൊന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി. അപ്പോൾ ധാരാളം സംഭവങ്ങൾ ഇതുപോലെ നമുക്ക് ചുറ്റും നടക്കുന്നുണ്ട്. നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും തുറന്ന് താഴെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. ഇതുപോലെയുള്ള സാമൂഹിക പ്രതിബദ്ധതയുള്ള വേറൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ കാണാം.